ആ ആ എടാ മാക്സിമം എല്ലാവരും കവർ ചെയ്തോളണം. കാരണം ഇത്തവണ നമുക്ക് അബദ്ധം പറ്റരുത്. ആ ആ അല്ല ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? നമുക്ക് തന്നെ ആ ശരിയടാ, ഞാൻ വിളിച്ചോളാം. ഇറങ്ങായോ? ഓ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസമല്ലേ? ആ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നീ എതിരൊന്നും പറയണ്ട. നിന്നെന്നെയാണ് നിർത്തുള്ളൂ എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ധൈര്യമായിട്ട് നിന്നോ. ആ പിന്നെ എന്ത് നേരിടും നമ്മുടെ ക്ലീറ്റസ് മോലിയുടെ കൂടെ? പിന്നെന്താ രാവിലെ അല്ല ഇന്നലെ ക്ലീറ്റസും അഴകച്ചനും തമ്മിൽ നല്ല കോളയില്ലായിരുന്നോ? അതിന്റെ കെട്ട് വിട്ട് കാണത്തില്ല. അതാ ഇത്ര ക്ലീറ്റസ് സ്നേഹം. അതൊന്നുമല്ല, നമ്മുടെ ശിരകളിൽ ഓടുന്നത് ക്ഷത്രിയ രക്തമാണ്. എന്തും നേരിടാനുള്ള കഴിവ് നമ്മുടെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് വെച്ച കാലം നീ പിന്നോട്ട് വെക്കരുത്. ധൈര്യമായിട്ട് നിന്നോ. നിന്റെ പിന്നിലെ ക്ലീറ്റസ് മോനും ഞാനും എന്നും ഉണ്ടായിരിക്കണം ഇങ്ങനെ. എന്താ നേരത്തെ പോണം? നല്ല കണി, നല്ല കണി. ഓ ഓ ഓ ഇത് തങ്കം ഒരു പുതിയ ചെടി വാങ്ങിച്ചതാണ്. ഇതില് പുഴു കയറാതിരിക്കാൻ ഇച്ചിരി മരുന്നടിക്കണം. എടാ അത് പ്ലാസ്റ്റിക് ചെടിയാണ്. കഷ്ടന്ന് പറയണേ. അയ്യേ പ്ലാസ്റ്റിക് ഒന്നുമല്ല. കൂടുതലും നമ്മളെ അങ്ങോട്ട് ആക്കല്ലേ കേട്ടാ. നിനക്കൊന്നും മറ്റേ പണി സാധനങ്ങളൊന്നുമില്ല, ആയുധങ്ങളൊന്നുമില്ല, ചട്ടിയും കുന്തമൊക്കെ? ഇല്ലല്ലേ ഇല്ല. എന്ത്? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവല്ലേ. ഇന്ന് നോമിനേഷൻ കൊടുക്കണം. ഓ അതിനുള്ള സമയം ആയാ? പിന്നെ എതിരാരും ഇല്ലേ? ഒരുപാട് പേരുണ്ട്. ആ പക്ഷെ ഞാൻ ശക്തനാണ്. കൂട്ടിന് ഞാനിവിടെ ഓർണോ? വേണ്ട വേണ്ടേ. എന്താ നീ അങ്ങനെ പറഞ്ഞ? വന്നോട്ടെ. എന്തിന്? രാഷ്ട്രീയക്കാരനല്ലടാ അമ്മാവാ. അവനെ പഴയതൊക്കെ അങ്ങ് മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ അവന്റെ തലയിൽ നിന്ന് പോയി. കഴിഞ്ഞ പാലായിൽ നിന്റെ പിള്ളേര് വന്നോണ്ട് നീ ഇപ്പോഴും ജീവിച്ചിരിക്കണ്. പിള്ളേര് വന്നിട്ട് അടിച്ച് നിരത്തില്ല എല്ലാത്തിനും. അത് പിന്നെ ആള് മാറിപ്പോയി, അത് സംഭവിച്ചു പോയി. ഇപ്പൊ ആയിപ്പോയി നമ്മളെ വിട്ടാണോ അടിക്കാൻ വന്ന ആരെ അടിച്ചതാ? അല്ല, അത് നമ്മൾ പറഞ്ഞു കൊടുത്തതിന്റെ ചില മിസ്റ്റേക്കാ. പക്ഷെ എന്നാലും നിനക്കൊരു അപകടം വന്നു എന്ന് അറിഞ്ഞപ്പോ അവൻ പാലയിന്ന് പിള്ളേരെ കൊണ്ടുവന്നിട്ട് എതിരിടാൻ നിന്നില്ലടാ. അത് നമ്മൾ മറക്കരുത്. ഇത് കേട്ടിറങ്ങുമ്പോ മാറിക്കോളും. എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ഇതിപ്പോ ഇറങ്ങുമ്പോ തിരിച്ചു പറഞ്ഞു. അതല്ലെങ്കിൽ അതെ കാര്യം പറയണോ, ഒന്നല്ലെങ്കിൽ ഭ്രാന്തൻ അല്ലെങ്കിൽ കള്ളുകൂടിയാണ്. പക്ഷെ ഇത് സത്യമല്ലേ ഞാൻ പറഞ്ഞു. ഏട്ടാ പോണ വഴിക്ക് പഴവങ്ങാടി ഗണപതി അമ്പലത്തിൽ ഒരു തേങ്ങ ഉടച്ചു. ശരിയാ, കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ അടിക്കാൻ പറ്റിയില്ല. അതിന്റെ അനുഭവിക്കുകയും ചെയ്തല്ലോ. അല്ലയോ ഇന്ന് പഴയ പോലെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എനിക്കും പാലായിലെ പിള്ളേർക്കും തീരെ സമയമില്ല. പോടാ പോടാ. ഓ കർത്താവേ, വിളിക്ക് ആംബിയർ കൂടുതലാണല്ലോ. എന്തോ കുഴപ്പമുണ്ടല്ലോ. കാശ് എവിടെ? ആരെവിടെ? ആരെവിടെ എന്നല്ല, കാശ് എവിടെ? എന്റെ പൈസ എവിടെ? ഏത് കാശ്? നിന്റെ പൈസ ഞാൻ എടുത്തില്ലേ. ഓ നിങ്ങളുടെ കണ്ണും കൈയും എത്താത്തടുത്ത് ഒളിപ്പിച്ച് വെച്ചാൽ ഈ പൈസ എങ്ങനെ പോണ് ക്ലീറ്റോ? നിങ്ങൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കണ്? എന്റെ കണ്ണും കൈയും എത്താത്ത ഏത് സ്ഥലമാണ് ഈ വീട്ടിലുള്ളത്? ബൈബിളാ? അയ്യോ, ബൈബിളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ ബൈബിള് കൈകൊണ്ട് തൊടൂല്ലാത്തതുകൊണ്ടാണ് ബ്ലൗസ് അയച്ചു കിട്ടി 250 രൂപ ഞാൻ അതിനകത്ത് വെച്ചത്. ഇപ്പൊ ആ പൈസ കാണില്ല. അത് എവിടെ പോയി പറ. അതെ, പിന്നെ ഇടവകയിൽ ഒരു ചെറിയ പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈബിളിൽ കുറേ സംശയങ്ങൾ ഞാൻ മറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് അങ്ങനെ ഇരിക്കണം 250 രൂപ. അത് നിന്റെ പൈസയാണെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? കർത്താവ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെച്ചതാണോ? സംശയമുണ്ടോ? എടി, അത് എനിക്ക് വേണ്ടി കർത്താവ് കൊണ്ടു തന്നതാ. കർത്താവ് എൻ്റെ കൂടെയാ. കർത്താവ് എന്നെ ചതിക്കില്ല. നിന്റെ ഭർത്താവ് ഇങ്ങനെ സ്ഥിരമായിട്ട് എന്നെ ചതിച്ചോണ്ടിരിക്കുകയാണല്ലോ, വൃത്തികെട്ട മനുഷ്യൻ. നിന്നെ ഞാൻ എന്തോ ചെയ്യുന്നടി നീ പറയണേ? പൈസ എന്ത് ചെയ്ത്? പൈസ എടുത്തിട്ട് ഏത് പൈസ? നീ എത്തി ചുമ്മാ 250 രൂപ അത് ചെലവായി. ചെലവായോ? 250 രൂപ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെലവാക്കാൻ നിങ്ങൾ ആര്? 50 രൂപ ഫോൺ റീചാർജ് ചെയ്തു. ഈ ഫോണിന് തട്ടിപ്പിടിച്ചു കൊള്ളു ഞാൻ. അതിപ്പോ വിളിക്കുകയൊക്കെ ചെയ്യണ്ടേ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ നിന്നപ്പോൾ പാവൂടി ഒരു വികലാംഗം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സാറേ നിവർത്തിയില്ല, കുടുംബം നോക്കാൻ നിവർത്തിയില്ല, എന്തെങ്കിലും സഹായിക്കണം, മുഴു പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണ്. മനസ്സലിഞ്ഞങ്ങോട്ട് എൻ്റെ മനസ്സലിയൂടി. ഒരാൾ മുമ്പിൽ വന്നിട്ട് കുടുംബം നോക്കാൻ നിവർത്തിയില്ലാതെ മറി 2 കൈ നീട്ടി യാചിക്കുമ്പോൾ എന്നെ പോലുള്ള എൻ്റെ മനസ്സലിയും. കാരണം അതേ സാഹചര്യങ്ങൾ കടന്നു വന്നവനാണ് ഞാൻ. ആ സാഹചര്യത്തിലൊക്കെ എത്തണം, അപ്പോഴേ അറിയാൻ പറ്റൂ. പിന്നെ ഞാൻ കൊടുത്തു 100 രൂപ. പിന്നെ ബാക്കി 100 രൂപ ഇനി അതിനെ കൂടി ബേളം വയ്ക്കണ്ട. ഞാൻ നടന്നു വന്നപ്പോൾ നമ്മുടെ അസീസിൻ്റെ കടയിലവിടെ എത്തിയപ്പോൾ 2 പൊറോട്ട കഴിച്ചു, പിന്നെ ഒരു പോത്ത് കറിയും കൂടെ. അത്രേ ഉള്ളൂ. അവിടെ ചിലവായി. കഷ്ടമാണ് ക്ലീറ്റോ. എൻ്റെ പൊന്നെ, നീ എന്തിനിങ്ങനെ കിടന്ന് ബേളം വയ്ക്കണത്? എടി, ദാനം ധനത്തെ അധികരിപ്പിക്കും എന്നാണ് പറയണത്.
അതുകൊണ്ട് നീ വിഷമിക്കണ്ട, നിനക്ക് ഇനി എന്തായാലും കർത്താവ് വാരിക്കോരി, പിന്നെ അല്ലാതെ. കർത്താവ് തന്നെ ഇങ്ങനെ തൊരപ്പൻ തുരന്നോണ്ട് പോവല്ലേ. തൊരപ്പനെലി അറിയുള്ളൂ, തൊരപ്പനെലി. സ്നേഹമില്ലാത്ത പൊറോട്ട ഇറച്ചിക്കറി തിന്നു പട്ടിണി കിടക്കല്ലേ മനുഷ്യൻ ഇവിടെ കിടന്നു. ഡാഡിയുടെ ഭയങ്കര സ്നേഹം, അതൊക്കെ പറഞ്ഞു. ഒന്നുമില്ല. ബൈബിള്